കറാച്ചിയിലെ ആക്രമണത്തിന് മറുപടിയുമായി അഫ്ഗാൻ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ കനത്ത തിരിച്ചടി. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാക് വ്യോമാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. സമീപകാലത്തെ രാജ്യത്ത് തുടർച്ചയായി നടന്ന ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് പാക് മന്ത്രി അത്തൌല തരാർ വ്യക്തമാക്കി. ഭീകരരുടെ ഒളിയിടങ്ങളും സുരക്ഷിത താവളങ്ങളും ആക്രമിച്ചതായാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അതിർത്തി സംഘർഷം വീണ്ടും രൂക്ഷമാകുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമെന്ന ആശങ്കയും ഉയരുകയാണ്. കറാച്ചിയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ആസ്ഥാനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തിയത്. പക്തിയ, കുനാർ എന്നീ അതിർത്തി പ്രവിശ്യകളിലെ 3 കേന്ദ്രങ്ങളിലാണ് പാക് വ്യോമസേന ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ സുരക്ഷാ സേനയ്ക്ക് നേരെ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ഭീകരരുടെ താവളങ്ങളെയാണ് തങ്ങൾ ആക്രമിച്ചതെന്നാണ് പാക് മന്ത്രി അത്തൌല തരാർ വ്യക്തമാക്കിയത്. എന്നാൽ ആക്രമണത്തെ താലിബാൻ ഭരണകൂടം ശക്തമായി തന്നെ അപലപിച്ചു. പാക് വ്യോമാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് ആരോപിച്ചു. ഇത് ഭീരുത്വപരവും പ്രകോപനപരവുമായ നടപടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രണ്ട് രാജ്യങ്ങളും ഉന്നയിക്കുന്ന ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അടുത്ത കാലത്തായി പാകിസ്ഥാനിൽ പോലീസ്, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനു പിന്നിൽ കറാച്ചിയിലെ താലിബാൻ അഥവാ TTP ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളാണെന്ന് ഇസ്ലാമാബാദ് ആരോപിക്കുന്നു. ഇന്നലെ കറാച്ചിയിലെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പ്രാദേശിക ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. തുടർന്ന് നടത്തിയ തിരിച്ചടിയിൽ സുരക്ഷാസേന 6 ഭീകരരെ വകവരുത്തി. ഒരാളെ പരിക്കുകളോടെ അറസ്റ്റ് ചെയ്തെന്നും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. അറസ്റ്റിലായ വ്യക്തി അഫ്ഗാൻ പൗരനാണെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം TTP ഏറ്റെടുത്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. TTPക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ സംരക്ഷണം നൽകുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണം താലിബാൻ ഭരണകൂടം ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. ഈ പരസ്പര ആരോപണങ്ങളാണ് അതിർത്തിയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നത്. 2021 താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതു മുതൽ അതിർത്തി സംഘർഷങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിക്കുകയാണ്. 2025 ഒക്ടോബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി തവണയാണ് അതിർത്തി ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷവും നിരവധി ആക്രമണങ്ങളിൽ ഇരുഭാഗത്തും ആളപായമുണ്ടായി. സാഹചര്യം ശാന്തമാക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ പലവട്ടം സമാധാന ചർച്ചകൾ നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഏപ്രിലിൽ ചൈനയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നയതന്ത്രപരമായ പരിഹാരം തേടാൻ ധാരണയായത് ബീജിംഗ് അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ തുടരുകയാണ്. കറാച്ചിയിലെ ആക്രമണത്തിൽ ആരംഭിച്ച പുതിയ പ്രതിസന്ധി ഇപ്പോൾ അഫ്ഗാൻ പാക് അതിർത്തിയെ വീണ്ടും യുദ്ധസമാന സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. സൈനിക നടപടികൾ തുടരുമ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ നയതന്ത്ര ഇടപെടലുകൾ ഫലം കാണുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.